Hi guys, good morning. It's a very exciting because again we are traveling and this time we are going to explore the forests of Thekadi and the backwaters. But this travel series is very exciting. Resort actually, this resort is a casino group of hotels. So they don't need any review. Just want to showcase why people absolutely love CGH Earth and why they prefer to stay there. That's why this video is showcase. So it's going to be a 4-part video. We are so excited. We are Kumaragatha Coconut Lagoon resort and Thekadi Spice Village. So a long journey under. We are so excited. To Thekadi. Hi guys, we are actually resort driving half an hour. I'm so excited. Sunlight I just love being outdoors, guys. I love being outdoors. I love traveling and mountains എല്ലാം കൂടി ഒരുമിച്ച് നല്ലൊരു വ്യൂ പോയിന്റ് ഞാൻ കണ്ടു. അതൊന്നും നിങ്ങളെ കാണിച്ചു തരണം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കാഴ്ച നേരെ നമ്മൾ റിസോർട്ടിൽ എത്തുന്നതായിരിക്കും. How beautiful is this view, guys? How beautiful is this? I absolutely love Kerala. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പീസ്ഫുൾ ആയിരുന്ന് ഒരു സാധനം ആദ്യമായിട്ട് ലൈഫിൽ കഴിക്കുവാണ്. ലോളിപോപ്പ് ഹാപ്പി ആയിട്ട് കഴിക്കുവാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ഏത് സമാധാനത്തോടെ ഇവിടെ ഇരുന്നോളും. ഇഷ്ടമായോ ഏത് ലോളിപോപ്പ്? അപ്പോൾ വ്യൂ ഒക്കെ കാണണം, അതൊക്കെ മാറ്റി തരാം കേട്ടോ. ഇത്ര നേരം ഉറക്കമായിരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ എത്തി. വി ആർ അറ്റ് സ്പൈസ് വില്ലേജ് തേക്കടി. നമ്മൾ ഇതിന്റെ റിസോർട്ടിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. പക്ഷെ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ ഹോളിഡേ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ സ്റ്റേ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ വെക്കേഷൻ, ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ എക്സ്പീരിയൻസ്. CGHന്റെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് കിട്ടിയ ശീലമുണ്ട്, അതുകൊണ്ടാണ്. സോ നമുക്ക് സ്പൈസ് വില്ലേജിന്റെ അകത്തേക്ക് പോവാം. ദിസ് ഇസ് നോട്ട് എ റിസോർട്ട്, ദിസ് ഇസ് ആക്ച്വലി എ റീക്രിയേഷൻ ഓഫ് എ ട്രൈബൽ വില്ലേജ്. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഹോളിഡേ. കയറുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ കുറച്ച് അട്രാക്ഷൻ. അതെ, അപ്പോൾ പ്രിയം ഇത് റെഡിയാണ്. മങ്കീസ് ആണ് ഇവിടെ ഫുൾ കേട്ടാ. ഇത് സാധനം കുറച്ച് ഡേഞ്ചർ ആണ് ഈ മങ്കീസ്. നമുക്ക് വേഗം റിസപ്ഷന്റെ അകത്തേക്ക് കയറാം, അതായിരിക്കും നല്ലത്. ആനയല്ല, ദിസ് ഇസ് മങ്കി. ഓക്കെ, കുറച്ച് അമ്മയുടെ ചായമുള്ള പോലെ. പേടിച്ചോ? എടുക്കണം. അപ്പൊ എടുക്കാ. നമ്മൾ കുറച്ച് ലഗേജ് ഒക്കെ കയറ്റി. ഇത് നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ലാസ്റ്റ് വെച്ചാണ്. നമുക്ക് ആദ്യം ഇത് സാനിറ്റൈസേഷൻ ഉണ്ട് എല്ലാം. കയറുന്നതിന് മുമ്പ് സാനിറ്റൈസേഷൻ ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, നമ്മളെയും കുറച്ച് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണ്ട ആദ്യമേ ഹാൻഡ് വാഷ് ആണ്. ഇത് സാനിറ്റൈസിങ് അല്ല, ഹാൻഡ് വാഷ്. പക്ഷെ എൻ്റെ ടാപ്പ് അടിയിലാണ്, ഫുഡ് ഓപ്പറേറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഫുട്വെയർ സാനിറ്റൈസ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. ഗൈസ് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ റൂഫ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അത് റൂമിൽ പോയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയും. ഇവിടെ മറ്റേ എലിഫന്റ് ഗ്രാസ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റിസപ്ഷൻ ഇറ്റ്സ് ലൈക്ക് വളരെ ഒരു ഒത്തന്റിക് ഫീലിംഗ് ആണ് ശരിക്കും. ഹായ്, ദിസ് ഇസ് GM Mr. Hari. He's welcoming us personally. Thank you, sir. Thank you for being here. Warm welcome, sir. Thank you. Spice Wheels. So nice. This is so nice. I love this wind chimes. കാറ്റ് കുറച്ച് കുറവാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കായിരുന്നു. നാച്ചുറൽ മ്യൂസിക്. Welcome to Spice Place. Thank you. Hi. Dillu, വലത് കാല് വെച്ച് കേറിക്കോ. അത്യാവശ്യമാണ് പ്രിയ. Wow. It's such a warm feeling. ശരിക്കും ഒരു നമ്മൾ വിട്ടു കേട്ടെ. നമ്മൾ തേക്കടി വിട്ടു, എറണാകുളം വിട്ടു, കേരളം വിട്ടു. We are in a special village called Spice Village. ഇതൊരു ആംബിയൻസ് തന്നെ വളരെ ഒരു ഡിഫറെന്റ് ഫീലാണ്. നമ്മുടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ തീരട്ടെ. ടെമ്പറേച്ചർ ചെക്ക് ഓക്കെയാണ്.
Yes, 35.9. ഓ കുറവാ, കുഴപ്പമില്ല. ആ ഇതിന്റെ നോക്കണ ടെമ്പറേച്ചർ വേദന നോക്കണം ഏതോ. അപ്പൊ ഇത് വെൽക്കം ഡ്രിങ്ക് ആണ്. എന്താ വെൽക്കം ഡ്രിങ്ക്? Cardamom black tea. കാർഡമം ബ്ലാക്ക് ടീ. പെർഫെക്റ്റ് ഫോർ തേക്കടി വെതർ. ഇവിടുത്തെ റിസപ്ഷനിൽ സീറ്റിംഗ് ഏരിയക്ക് തന്നെ ഒരു ഭയങ്കര ഒരു യൂണീക്നെസ് ഉണ്ട്. ഇറ്റ്സ് സോ വാം. ഇവിടെ വന്നാലേ അത് അറിയുള്ളൂ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് സച്ച് എ ഡിഫറെന്റ് ഫീലിംഗ് ടു ബി ഹിയർ. Guys, we are absolutely loving this property. ശരിക്കും ഒരു ഡിഫറെൻറ്റ് ഫീലാണ്, ടോട്ടലി ഡിഫറെൻറ്റ് ഫീലാണ്. എത്ര നമ്മൾ W ഹോട്ടലും വോൾഡ്രോഫ് അസ്റ്റോറിയയിലും ഏത് ഇൻ്റർനാഷണൽ ചെയിൻസിൽ താമസിച്ചാലും ഒരു CGH ഗ്രൂപ്പിൻ്റെ എക്സ്പീരിയൻസ് എവിടെ എനിക്ക് കിട്ടത്തുമില്ല. കാരണം ദേ ആർ യൂണീക്ക് ടു കേരള. അത് നമ്മുടെ ശരിക്കും ഒരു അഭിമാനമാണ് CGH ഗ്രൂപ്പ് ബിലോങ്സ് ടു കേരള എന്ന് പറയുന്നത്. ആൻഡ് ഐ ലവ് ഇറ്റ്. ഞാൻ ഈ റിസോർട്ടിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. അപ്പോൾ ഇവർക്ക് ആക്ച്വലി ഒരു ബ്രീഫിംഗ് പ്രോഗ്രാം ഉണ്ട്. വരുമ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റിനോട് പറഞ്ഞു തരുന്നത്. അത് അങ്ങനെ തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞു അത് വലിച്ചു നീട്ടുണ്ടല്ലോ. സോ ലെറ്റ്സ് ഹിയർ ദ ബ്രീഫിംഗ് ഫസ്റ്റ്. This is your welcome drink. This is cardamom black tea. Okay. So before going to the room, I would like to explain about the hotel facilities and the house activities about the hotel. This property belongs to a group name called CGH Health Experience. You might know, like a Casino clean Hotels group. You know, this stands for Clean, Green, Healthy and Earth Experience. Oh, clean, green, Healthy and Earth Experience. healthy and earth experience. Exactly. ഗൈസ്, അപ്പോൾ ബ്രീഫിംഗ് ഞാൻ ഇവിടെ പ്രൊഫഷണലായിട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചല്ലോ. പക്ഷെ അത് ഭയങ്കര ഫോർമലായിപ്പോയി. പിന്നെ നമുക്ക് ഫോർമാലിറ്റീസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരൊരു ട്രൈബൽ വില്ലേജിൻ്റെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദേ ആർ absolutely eco-friendly. കാരണം 50% ഓഫ് ദി പവർ ഇസ് ഫ്രം സോളാർ. ഇവിടെ ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് ഒക്കെ ബയോഗ്യാസ് ആക്കി അതാണ് ഇവിടെ സ്റ്റാഫ് ക്യാൻറ്റീനിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ദേ ഡോണ്ട് യൂസ് പ്ലാസ്റ്റിക് അറ്റ് ഓൾ. എനിക്ക് തോന്നുന്നു ആ കൂടെ 2 സ്ഥലത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഡ്യൂ ടു കോവിഡ് ഇസ് ദാറ്റ് ഡിസ്പോസബിൾ ഈ ജാമും ബട്ടറിൻ്റെയും കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്, സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. ദേ ആർ ഗിവിങ് ബാക്ക് ടു എർത്ത്. അതാണ് അവരുടെ കോൺസെപ്റ്റ്. CGH എർത്തിൻ്റെ കോൺസെപ്റ്റ് അത് തന്നെയാണ്. ആൻഡ് അതല്ലാതെ 13 ഏക്കേഴ്സിലാണ് ഈ പ്രോപ്പർട്ടി. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് AC ഇല്ല, TV ഇല്ല. ഇവിടുത്തെ TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറാണ്, മ്യൂസിക് നേച്ചറാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ നേച്ചറാണ്. സോ ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട്ലി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നോക്കുന്നത് ഗിനി ഫൗൾ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ സംസാരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. സോ വളരെ ആക്ച്വലി ഇറ്റ്സ് എ എക്സ്പീരിയൻസ്. CGH ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അത് ലോകത്ത് വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല. കെന്യ പോയാൽ ചിലപ്പോൾ കെന്യയുടെ ഒരു എക്സ്പീരിയൻസിലേ കിട്ടുള്ളൂ. ഇവർ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തേക്കടിയുടെ എക്സ്പീരിയൻസ് ആണ് CGH സ്പൈസ് വില്ലേജിൽ തരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അടുത്ത് പോകുന്ന കുമരകത്താണ്. കുമരകത്തിലെ എക്സ്പീരിയൻസ് ആണ് CGH കോക്കനട്ട് ലഗൂൺ തരുന്നത്. സോ ഇറ്റ്സ് അത്രയും ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്താണ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കുക്കിങ്ങിനൊക്കെ എല്ലാം അവർ ഉപയോഗിക്കുന്ന ലോക്കൽ പ്രൊഡ്യൂസാണ്. സോ ഇവിടുത്തെ ആൾക്കാർക്കും അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി. അപ്പോൾ അതൊന്നും നമുക്ക് ഇവിടെ വരുന്നവർക്ക് അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, അതേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഇങ്ങനത്തെ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ടോട്ടൽ വേറൊരു ഫീലിംഗ് തന്നെയാണ്. യു ആർ ഇൻ എ ഡിഫറെൻറ്റ് സ്പേസ്, ഹെഡിലാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. ഇവിടെ മാക്സിമം സെൽഫി എടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മീ ആൻഡ് ഹാഷ്ടാഗ് മീ ആൻഡ് CGH ചേർത്തിലേക്ക് ഒന്ന് ഹാഷ്ടാഗ് ഇട്ടാൽ മതി. ചിലപ്പോൾ നിങ്ങൾ അവരുടെ പേജിലൊക്കെ വരാം. എന്നാലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് പറ്റിയൊരു സ്ഥലമാണിത്. നമ്മൾ ഈ റിസോർട്ടിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തിങ് ദാറ്റ് ഹിറ്റ്സ് യൂസ് ദ സ്മെൽ കേട്ടോ. ഇവിടുത്തെ ഒരു സ്മെല്ല്, ഇറ്റ്സ് സ്മെല്ലിങ് ഓഫ് സ്പൈസസ്, ഇറ്റ്സ് സ്മെല്ലിങ് ഓഫ് യൂക്കാലിപ്സസ് ആൻഡ് ലെമൺ ഗ്രാസ്. എവിടുന്നാണ് ഈ മണം വരുന്നതെന്ന് അറിയില്ല. മേ ബി ബിക്കോസ് ഓഫ് ഓൾ ദീസ് ട്രീസ്. പക്ഷേ കയറുമ്പോൾ തന്നെ വി ഫീൽ എ ബ്ലെൻഡ് വിത്ത് നേച്ചർ. അല്ലെങ്കിൽ ഇറ്റ്സ് റിയലി എൻ അമേസിങ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അത് പറഞ്ഞു തരാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ റൂമിലേക്ക് റിസപ്ഷൻ ടു റൂം വാക്ക് തന്നെ ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് കേട്ടോ. അവിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. ഇറ്റ്സ് അമേസിങ്. വേറെ ഒന്നും പറയാൻ വയ്യ. ഓ വളരെ ഒത്തൻറ്റിക് ആണ്. യു നീഡ് എ മാപ്പ്. കാരണം അത്രയും വലിയ പ്രോപ്പർട്ടിയാണ് ഇത്. ഇവിടുത്തെ ലേ ഔട്ട് മാപ്പാണ്. വഴി തെറ്റിപ്പോവാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ ഈ മാപ്പ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഫോണിൽ വെച്ചോളൂ, അത്യാവശ്യമായിരിക്കും. കുറച്ച് ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട് പ്രിയയുടെ എന്തൂസിയാസമൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. കയറ്റും ഇറക്കമൊക്കെ കയറി എല്ലാം ഞാൻ പറയാം. ഓക്കെ, ഇത് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എലിഫൻറ്റ് ഗ്രാസ്. ഇവിടെ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ആയിട്ടും ഇവരിവിടെ AC ഇല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ റൂഫിംഗ് ആണ്. ഇറ്റ്സ് കോൾഡ് എലിഫൻറ്റ് ഗ്രാസ്. ഇവിടുത്തെ ലോക്കൽ ഫോറസ്റ്റിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. സോ ഇറ്റ്സ് നേച്ചേഴ്സ്
ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ. ഇത് ചൂടാവുമ്പോൾ അകത്ത് തണുപ്പ് വരും, തണുപ്പാകുമ്പോൾ അകത്തൊരു ചൂടാവും. ചൂടെന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾവേസ് വെരി പ്ലസൻറ്റ് ഇൻസൈഡ്. ഇറ്റ്സ് അമേസിങ്. ഇവിടെ ഓരോ കോട്ടേജസും കണ്ട ശരിക്കും ട്രൈബൽ ഇൻസ്പയർഡ് ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ആ ഒരു വരാണ്ടയും എല്ലാം സച്ച് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ശരിക്കും നമ്മളൊരു വില്ലേജ് എൻ്റർ ചെയ്ത ഫീലിംഗ് ആണ്. ഗൈസ് ഇറ്റ്സ് സോ സൈലൻറ്റ് ഹിയർ. കുറച്ച് ചീവിടിൻ്റെയും ചെടികളുടെയും കുരങ്ങുകളുടെയും കുരുവികളുടെയൊക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ. 13 ഏക്കറിലെ പ്രോപ്പർട്ടിയാണ്. ആൻഡ് എനിക്ക് ഈ കോട്ടേജിൻ്റെ ഡിസൈൻ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് കണ്ട ബംബ്ലൂസ് ആണ്, പക്ഷെ അത് പഴുത്തിട്ടില്ല. റൂം എത്തി പ്രിയ, എക്സൈറ്റ്മെന്റ് ലെവൽ ഹൈ ആണോ? ഇത് ആക്ച്വലി നമ്മൾ ഡീലക്സ് റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 5 ഡീലക്സ് റൂംസ് ആണ് ഉള്ളത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിംഗ്. ഹായ് ഗായ്സ്, വെൽക്കം ടു സ്പൈസ് വില്ലേജ് തേക്കടി. ആദ്യം പ്രിയാസ് റൂം ടൂർ കാണിച്ചു തരാം. എക്സൈറ്റിംഗ് ആണ്. ഞാൻ പുതിയ സെഗ്മെന്റ് ആക്കി മാറ്റണം പ്രിയാസ് റൂം ടൂർ. ആദ്യം ഇതൊക്കെ സാനിറ്റൈസർ നോക്ക്. സാനിറ്റൈസ് ഒക്കെ ചെയ്ത് പിന്നെ കുപ്പി നോക്കൂ. എന്തൊരു നാടൻ, അത് ഭരണിയാണ്. കാണിച്ചേ. Come on. Oh my god. See, this is a palace. Oh my god, I'm so excited. ഇത് നോക്കിയേ, എന്തൊരു ഭംഗിയല്ലേ, എന്തൊരു ട്രഡീഷണൽ ആയിട്ടാ. ഷോ, എനിക്ക് ടൈൽസ് ഭയങ്കര ഇഷ്ടമായല്ലോ. ടൈൽസും ഈ ഫേർണിച്ചറൊക്കെ നോക്കിയേ, എന്തൊരു ട്രഡീഷണൽ ആണ് ഈ ഫേർണിച്ചറൊക്കെ. Wow. See this. ചെറിയ ടേബിൾ ഉണ്ട്, കണ്ണാടി ഉണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ. ആൻഡ് ഇവിടെ ഭയങ്കര ഡിം ലൈറ്റ്സ് ആണ്. പക്ഷെ ഡിം ലൈറ്റ്സ് ഒരു റിലാക്സിങ് ഫീൽ കിട്ടാനാണ് ഒരു ഡിം ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, എല്ലാ ഫേർണിച്ചറും ഇവിടെ ആൻറ്റിക് ഫേർണിച്ചേഴ്സും ആണ്. ഇങ്ങനെ വലിയ വലിയ ഷെൽഫും. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ബെഡ്റൂം കാണുന്നത്, അത് കാണിക്കാൻ. വാ. Wow! See this! എന്തൊരു ഹൈറ്റ് ആണ് ബെഡിന്. എന്നെ പോലെ പൊക്കമില്ലാത്തവർക്ക് സ്റ്റൂളും വെച്ചിട്ടുണ്ട്. ഈ പണ്ടത്തെ കാലത്തെ ആൾക്കാർക്കൊക്കെ പഴയ വീട്ടിലൊക്കെ നല്ല ഹൈറ്റുള്ള കട്ടിൽ. എന്തിനാണോന്ന് അറിയില്ല ഇത്ര ഹൈറ്റുള്ള കട്ടിൽ വെച്ചിരിക്കുന്നത്. ഇതുമാതിരി സ്റ്റൂളും വെച്ചിട്ടുണ്ട് കയറിയിരിക്കാൻ. ഷൂ, എനിക്കിത് കണ്ടിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല, അത്ര ഭംഗിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വ്യൂ, ബെഡ്റൂം മെയിൻ വ്യൂ. വാവ്, എന്തൊരു ഭംഗിയാണല്ലേ. വാവ്, രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ സ്ഥലം അല്ല. ഇതാ ഇവിടെ ഇരുന്ന് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ബാത്റൂം ഞാൻ കാണിച്ചു തരാം. എങ്ങനെയായിരിക്കും, എന്ത് എക്സൈറ്റിംഗ് ആണ്. ഇത്രയും തന്നെ സ്പേഷ്യസ് ആണോ നമുക്ക് നോക്കാം. കം. Oh my god. Wow. ബാത്ടബ് ഉണ്ട്, വേറെ ഷവർ ഏരിയ ഉണ്ട്, വലിയ മിറർ ഉണ്ട് ഡ്രസ് ചെയ്യാൻ അല്ലേ. പിന്നെന്താ എല്ലാം ഉണ്ട്. ഇവിടെ നോക്കി, അയ്യോടാ കുട്ടി കുട്ടി ഭരണി. ഇത് മോയ്സ്ചറൈസറാന്ന് തോന്നുന്നു. മോയ്സ്ചറൈസർ. ഇത് നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാട്ടോ ഇവിടെ നിന്ന് പോകുമ്പോൾ. ഇതിലും കുപ്പി മോയ്സ്ചറൈസർ കുപ്പി. എന്തൊരു ക്യൂട്ടാല്ലേ, ഇതൊരു ഡീറ്റെയിലിംഗ് ആല്ലേ. ഇത് ഓരോ നാടൻ സാധനങ്ങളും. എന്താ നോക്കുന്നത്, ബാത്ത് സ്ക്രബ്. അത്യാവശ്യമാണ്. പ്രിയനെ തേച്ചൊന്ന് 2 ദിവസം 3 ദിവസം അതിൽ വിളിച്ചിട്ട് തേച്ച് വിളിക്കേണ്ട പ്രിയ അറിഞ്ഞോണ്ട് വെച്ചത്. ഈ ഡോറൊക്കെ നോക്കി എന്തൊരു ട്രഡീഷണൽ ആയിട്ടല്ലേ അവര് ഓരോ ഡീറ്റെയിലിങ്ങും. ഫേർണിച്ചർ ആണെങ്കിലും ഡോറാണെങ്കിലും പോട്ട്സ് ആണെങ്കിലും എല്ലാം ട്രഡീഷണൽ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഐ ജസ്റ്റ് ലവ് ദിസ്. ഞങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ ശരിക്കും ഒന്നും കൂടെ ഒന്ന് കാണാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും ഒന്ന് വിശദമായിട്ട് എല്ലാം കൂടെ ഒന്ന് കണ്ട് റിലാക്സ് ചെയ്തിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ. 100% ഏത് ഒരു ഫോറിനറും അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള ആൾക്കാർ
എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ജെനുവിൻ കേരള എക്സ്പീരിയൻസ് തരുന്ന ഒരു റിസോർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാക്കിയുള്ള മാരാരിയിലേ താമസിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാൻ സ്പൈസ് വില്ലേജ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. ആക്ച്വലി നമ്മളൊന്ന് വന്ന് ഇവിടെ താമസിച്ച് നോക്കണം. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫീലിംഗ് ഓൾ ടുഗെദർ. നിങ്ങളിവിടുന്ന് പോകുമ്പോൾ ഐ ഗ്യാരണ്ടി യു നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ഒരു ടോട്ടൽ റിലാക്സ് സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ദാറ്റ്സ് 100% ഷുവർ. ഇനി CGH ഗ്രൂപ്പിൻ്റെ അടുത്ത ഹൈലൈറ്റ്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ ഫുഡ്. അപ്പം നമ്മൾ ആദ്യത്തെ മീൽ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ലഞ്ച്. ഈ ഒരു വാക്ക് തന്നെ ഇത് ആക്ച്വലി ശരിക്കും ഒരു പ്ലാന്റേഷൻ വാക്കിൻ്റെ ഒക്കെ ഫീലിംഗ് ആണ്, ഒരു വില്ലേജിൽ കൂടെ നടക്കുന്ന ഫീലാണ്. ആൻഡ് നമ്മളിപ്പം റൂമിൽ നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. പക്ഷേ ഈ ഒരു വാക്ക് തന്നെ സോ റിലാക്സിങ് ആൻഡ് ഇറ്റ്സ് സച്ച് എൻ എക്സ്പീരിയൻസ്. നമ്മളിതൊന്നും അത് ഇതാണ് ഇത് ഇവിടുത്തെ വെതർ. ഓബിയസ്ലി ഇപ്പോൾ കറക്റ്റ് ടൈമാണ് തേക്കടി വരാൻ. അതുമാത്രമല്ല ഇത്രയും ചെടികളൊക്കെ ഇല്ലേ, അടിപൊളി ചെടി. ഇതിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ കാണാൻ ഭയങ്കര അടിപൊളി. നിങ്ങൾക്ക് ആയിരിക്കും എന്തായാലും. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പ്രോപ്പർട്ടീസ് ഇൻ തേക്കടി. അപ്പോൾ ഇത് അവർ തുടങ്ങിയ സമയത്ത് നട്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിന്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് അടിയിൽ കമന്റ് ചെയ്ത് തരുമോ പ്ലീസ്. എന്തൊരു പ്ലസന്റ് വെതർ ഈ ടൈമിൽ, കറക്റ്റ് ടൈമാണ് ശരിക്കും. ഇതൊക്കെ പീക്ക് സീസണാണ്, പക്ഷെ കാലിയായിട്ട് കിടക്കുന്നു. പക്ഷേ പീക്ക് സീസൺ ആയിട്ടും നമുക്ക് റേറ്റ്സ് ഇപ്പം തിരക്കില്ലാത്തതുകൊണ്ട് കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് പേർക്ക് ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഈ ഒരു വെതറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓപ്പൺനെസ് ആണ്. നമുക്ക് നേച്ചർ എൻജോയ് ചെയ്ത് കഴിക്കാം. പിന്നെ ഈ ഒരു വേറൊരു പുതിയ റൂളാണ്, നമ്മൾ ഏത് ടേബിൾ ആദ്യമേ ഇരുന്ന് അവിടെ തന്നെ വീണ്ടും ഇരിക്കണം. ഫുൾ സ്റ്റേയിൽ നമുക്ക് ഒരു ടേബിൾ അലോട്ട് ചെയ്യും, അവിടെ തന്നെ ഇരിക്കണം. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് സേഫ്റ്റി പ്രിക്കോഷൻസ്. ലുക്ക് അറ്റ് ദിസ് അമേസിങ് ആംബിയൻസ് ഓഫ് ദിസ് റെസ്റ്റോറൻറ്റ്. കാലിയാണെങ്കിൽ റെസ്റ്റോറൻറ്റൊക്കെ കാലിയായി കിടക്കുന്ന കാണുമ്പോൾ മനസ്സ് ശരിക്കും ഐ ഫീൽ റിയലി സാഡ് കേട്ടോ. ബട്ട് ദിസ് ആംബിയൻസ് ഇസ് സ്റ്റണിങ്. ആൻഡ് ഇവരുടെ വീക്ക്ലി ഹാർവസ്റ്റ്, ഇവർക്ക് തന്നെ ഇവിടെ ഓർഗാനിക് ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രോക്കലി, ക്യാരറ്റ് എത്ര കിട്ടി എന്നുള്ളത് ഈ ഒരാഴ്ച അത് എഴുതും. അല്ലാതെ ബനാന, ബീൻസ് സംഭവമാണ് കേട്ടോ ഇവര്. പ്രിയ ഇപ്പൊ ഒഴിച്ചു തന്നെ അതെന്താ സംഭവം എന്നറിയോ? ഞാൻ അകത്ത് പോയി ഷെഫിനോട് സംസാരിച്ചിട്ട് വന്നു. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് ആണ്. ഇറ്റ്സ് വിത്ത് ഓൾ ദി സ്പൈസസ്, പട്ട, ഗ്രാമ്പ്, പെപ്പർ. അപ്പൊ കൊറോണയ്ക്കുള്ള അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്, നമുക്കും കൊറോണയൊന്നും വരാതിരിക്കാൻ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ വെള്ളത്തിന്റെ ഫ്ലേവറിൽ പക്ഷെ നല്ല മണം. അത് അത്രയും സ്പൈസസ്. പിന്നെ നാടൻ ഫുഡല്ലേ പറഞ്ഞിരിക്കുന്നത്? നാടൻ ഫുഡ് ഇവിടുത്തെ ഷെഫായിട്ട് സംസാരിച്ചപ്പോൾ നാടൻ ഫുഡ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അതുമാത്രല്ല പറയാ നമ്മുടെ ഫേവറേറ്റ് പോർക്കിന്റെ കുറെ സംഭവങ്ങളുണ്ട്. ഇന്നിതില്ല, പക്ഷെ പോർക്കിന് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് ഷെഫ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ നല്ല നാടൻ ഫുഡ് കഴിക്കാം. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മഴ പെയ്താൽ നമ്മുടെ അറിയാലോ തേക്കടിയുടെ ഒക്കെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും. സോ വി ആർ ഫീലിംഗ് സോ ബ്ലെസ്ഡ്. നമ്മൾ വരുന്ന കറക്റ്റ് ടൈമിന് ഇങ്ങനത്തെ ചെറിയ മഴ പെയ്യുന്നത് ഫീൽ സോ ഗുഡ് ഗൈസ്. ഈ കാറ്റും തണുത്ത കാറ്റും ഇവിടുത്തെ മണവും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചക്ക വീഴുന്ന പോലത്തെ സൗണ്ട് ഉണ്ട്. അത് ഈ കുരങ്ങ് ചാടുന്നതാണ്. ഇതേ പോന്നു കണ്ട. ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും തേങ്ങ വല്ലതും താഴെ വീഴുന്നതാണോ ചക്ക വീഴുന്നതാണോ, പക്ഷേ ഇതാണ്. ഞാൻ ഈ അടുക്കളയുടെ ഭാഗത്ത് വെറുതെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഫുഡ് എപ്പോൾ വരും എന്നറിയാൻ വേണ്ടി. നല്ല മസാലയുടെ മണം വരുന്നുണ്ട്, കേരള മസാലയുടെ. വെറുതെ നടക്കുകയാണ്. പ്രിയ അവിടെ ഇരിക്കുകയാണ്. എനിക്ക് വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. എൻ്റെ എക്സ്പ്ലോറേഷൻ മെയിൻ കിച്ചൺ ഏരിയയിലൊക്കെ ആണല്ലോ. വെറുതെ തേരപ്പാര നടക്കുമ്പോൾ കിട്ടുന്ന ഈ മണം തന്നെ ഉണ്ടല്ലോ, കൂടുതൽ വിശപ്പുണ്ടാക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു ലൈം ജ്യൂസ് പറഞ്ഞാണ്, പക്ഷേ ഇവരുടെ ഇക്കോ ഫ്രണ്ട്ലിനെസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പേപ്പർ പോലും അല്ല അവർ ഉപയോഗിക്കുന്നത്, ബാംബൂ സ്ട്രോ ആണ് അവർ ഉപയോഗിക്കുന്നത്. So just look at the attention to detail. It's bamboo straw. ഇതൊന്നും നോട്ടീസ് ചെയ്യില്ല പ്രിയ, ഇതാണ് പ്രശ്നം. വെറുതെ വന്നിരുന്ന് ലൈം ജ്യൂസ് കുടിച്ചിട്ട് പോകും. അതേമാതിരി ഓരോ കാര്യത്തിലും ഇവർ കൊടുക്കുന്ന അറ്റൻഷൻ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് അൺബിലീവബിൾ. നിങ്ങൾ വിശ്വസിക്കില്ല. ഇത് കൊള്ളാട്ടോ. പേപ്പർ സ്ട്രോ ആണെങ്കിൽ കുറെ നേരം കഴിയുമ്പോൾ ഭയങ്കര സോഗിയാവും. ഇതാകുമ്പോൾ നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പൈനാപ്പിൾ ജ്യൂസാണ് ഞാൻ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് ലഞ്ചിന്. ഇവിടെ നമ്മൾ പറയുന്നില്ലെങ്കിൽ അവർ വെറും പ്യോർ പൈനാപ്പിൾ ജ്യൂസാണ്. വെള്ളമില്ല, ഐസില്ല, ഷുഗർ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ കോൺസെപ്റ്റ് ഞാൻ ഷെഫായിട്ട് സംസാരിച്ചപ്പോൾ എന്താണെന്നറിയോ, ഇറ്റ് ഈസ് ലോക്കൽ ആൻഡ് ഫ്രഷ് ആൻഡ് സീസണൽ എന്ന് പറയുമ്പോൾ ലോക്കൽ ഫുഡേ അവർ സോഴ്സ് ചെയ്യുള്ളൂ. മീറ്റൊക്കെ ഇവിടുന്ന് 50 കിലോമീറ്റർ അല്ലെങ്കിൽ 50 മൈൽ റേഡിയസിൽ നിന്ന് അവർ എടുക്കുന്നത്. അതുപോലെ തന്നെ സീസണൽ ആയിട്ടുള്ള ഫുഡ് അവർ പ്രൊമോട്ട് ചെയ്യും. ചക്ക സീസണിൽ കൂടുതൽ ചക്കയുടെ ഐറ്റംസ്, മാങ്ങയുടെ സീസണിൽ കൂടുതൽ മാങ്ങയുടെ ഐറ്റംസ്. സോ ദേ ആർ സിങ്ക് ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റി.
എന്തിനല്ലേ ഇതൊക്കെ അറിയട്ടെ, പ്രിയക്ക് നല്ല ചക്ക മറ്റേ പായസവും അതൊക്കെ കഴിച്ചാൽ മതി. അതെ, ചക്ക വറുത്തത്. ദില്ലു എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്, എപ്പോഴും പോയി അന്വേഷിക്കുന്നതാണ് പ്രിയയുടെ ചോദ്യങ്ങൾ എന്നോട്. ഇതൊക്കെ അറിഞ്ഞിട്ട് എവിടെയുണ്ടോ അവിടെ ദില്ലു ഉണ്ട്. ഫുഡ് മാത്രമല്ല, ഫുഡിന്റെ കഴിക്കാൻ എവിടെയുണ്ടോ അവിടെ പ്രിയ ഉണ്ട്. ഞാൻ ഫുഡ് മാത്രമല്ല, ഫുഡിന്റെ ഹിസ്റ്ററിയും ഷെഫിന്റെ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഫുഡ് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ വരും. ബൈ. അപ്പോൾ നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ പ്ലേറ്റിംഗ്. ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. വീണ്ടും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലാം ഷാങ്ക് ആണ്, അത് സ്പൈസി മട്ടൺ ലാം ഷാങ്ക്. ആൻഡ് ഇത് തേങ്ങ റൈസ്, നമ്മുടെ കോക്കനട്ട് റൈസ് ആണ്. ആൻഡ് കുറച്ച് മുളകൊക്കെ വെച്ചാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ എസ്തെറ്റിക്, സോ ക്ലാസി അല്ലേ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. വളരെ സിമ്പിൾ ഫുഡാണ്, കാണാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആണെങ്കിലും വളരെ സിമ്പിൾ ഫുഡാണ്. ഈ തേങ്ങ റൈസ് വളരെ ഡെലിക്കറ്റ് ആണ്, അങ്ങനെ സ്റ്റണ്ണിങ് ഫ്ലേവർ അല്ല, അങ്ങനെ ബോൾഡ് ഫ്ലേവേഴ്സ് അല്ല. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും ഗ്രൗണ്ട് നട്ട്സ്, നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഒരു ക്രിസ്പിനെസ് ഉണ്ട്. അതിൻ്റെ കൂടെ മട്ടൻ കറി സ്പൈസി. സോ ഒരു ഡെലിക്കറ്റ് സാധനത്തിൻ്റെ ഒരു ബോൾഡ് ഫ്ലേവർ വരുമ്പോൾ ഇറ്റ്സ് എ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ. വളരെ സിമ്പിളാണ്, പക്ഷേ ഇറ്റ്സ് സോ ടേസ്റ്റി. ആൻഡ് ഐ ലവ് മട്ടൻ ഓൾസോ. മട്ടൻ എന്തൊരു സോഫ്റ്റാണെന്നറിയോ, സോ ടെൻഡർ. തണുപ്പത്ത് ഈ ഒരു വെതറിൽ നിന്ന് മട്ടനും ചോറൊക്കെ കഴിക്കുന്ന സുഖം. ഇതൊരു സ്പെഷ്യൽ ഡെസേർട്ടാണ്, കാസിനോ സ്പെഷ്യൽ ഡെസേർട്ട്. ഇത് എന്താന്ന് പ്രിയ പറയുന്നതായിരിക്കും, ആ സന്തോഷം കണ്ട. ഇതിൻ്റെ പേരാണ് ചിൽഡ് പഞ്ചാമൃതം. പഞ്ചാമൃതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ചിൽഡ് പഞ്ചാമൃതം കേട്ടിട്ടില്ലല്ലോ. പഞ്ചാമൃതം നമ്മൾ സാധാരണ പ്രസാദമായിട്ട് കേൾക്കുന്നത്, ഇവിടെ ഡെസേർട്ട്, അതിൻ്റെ ഒരു ഫ്യൂഷൻ വേർഷൻ. അതാണ് ചിൽഡ് പഞ്ചാമൃതം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഗീ, ഡ്രൈ ഫ്രൂട്ട്സ്, ബനാന, കോക്കനട്ട്, ജാഗറി. തണുപ്പ്. ടേസ്റ്റിയാ. ഞാൻ വീണ്ടും ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിലിൻ്റെ കാര്യം പറയാം. ഇതിൽ നിങ്ങൾ കണ്ട ഈ സിനമൺ, ഇവിടെ ഇത് സിനമൺ പൗഡറാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വിചാരിക്കും, ഇത് കഴിക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ നമ്മുടെ സെൻസ് ഓഫ് സ്മെല്ല് ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് അവരിവിടെ ഈ സിനമൺ പൗഡർ സ്പ്രിങ്കിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ നമുക്കൊരു സിനമൻ്റെ ഹിറ്റ് കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ആപ്പറ്റൈസിങ് ഫീലിംഗ് വരും. സോ ഇതൊക്കെ ഷെഫിൻ്റെ ഒക്കെ ഇന്നോവേഷൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് പ്ലേറ്റിംഗ്. ആക്ച്വലി എല്ലാ കാസിനോ പ്രോപ്പർട്ടിയുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നേച്ചറിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗൈഡ് ഉണ്ട്. അവരുടെ ഒരു ലോക്കൽ അവിടുത്തെ ഇക്കോസിസ്റ്റവും അതിനെക്കുറിച്ചൊക്കെ പറയാനും പിന്നെ റിസോർട്ടിൻ്റെ നേച്ചർ ഫ്രണ്ട്ലി പ്രാക്ടീസസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടൂർ പോലെയും പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളാണ്. അത് നല്ല കോൺസെപ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അവരുടെ ഇവിടെ നേച്ചറിസ്റ്റിൻ്റെ ടൂറിൻ്റെ പേര് പെപ്പർ വൈൻ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഈ റിസോർട്ടിനെ കുറച്ച് ഹൈലൈറ്റ്സ് ചെയ്യും. അത് എല്ലാ ദിവസവും ഉണ്ടാകും, ടൂറ് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങളത് പോവാണ്, എന്തൊക്കെയുണ്ടെന്ന് നോക്കാമല്ലോ. എന്താ ഈ സംഭവം, ഈ CGH ചേർത്ത് ഇങ്ങനെ, കാരണം ഒരുപാട് അവർക്ക് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, മെയിൻലി ഫോർ ദിസ് ഇക്കോ ഫ്രണ്ട്ലിനെസ്. അപ്പോൾ എന്താ സംഭവം എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസ് വില്ലേജിൻ്റെ നേച്ചറിസ്റ്റ് ആണ് ശരത്. ഹായ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ മറ്റെന്താ ഫോട്ടോവോൾട്ടിക് പാനൽസ് ഉണ്ട്. ഓക്കെ, ഒന്ന് കണ്ടിട്ട് ഇതെന്താ സംഭവം? ആക്ച്വലി മോസ്കിറ്റോ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്. ഓക്കെ. ആക്ച്വലി ഇത് ചട്ടിയിൽ നമ്മൾ ജസ്റ്റ് വെള്ളം നിറച്ചിരിക്കുന്നു. ഓക്കെ. പിന്നെ താഴെ ഒരു സാൻഡ് കോളമാണ്. സോ നമ്മളിത് ഇന്നലെ നിറച്ച് വെച്ച ഈ ചട്ടിയിൽ വെള്ളം നിറച്ചതാണ്. സോ ആ ഡേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ നമ്മളൊരു ഓൾമോസ്റ്റ് 24 hours കഴിയുമ്പോഴത്തേക്കും ഈ എഗ് ഹാച്ചപ്പ് ആയി ലാർവേഴ്സ് കാണാൻ പറ്റും. അതെ അതെ. സോ വെന്നെവർ നമ്മൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഉടനെ തന്നെ ഈ വെള്ളം കമത്തി കളയുന്നു, പുതിയ വെള്ളം നിറച്ച് വയ്ക്കുന്നു, പുതിയ ഡേറ്റ് ഇടണം. അപ്പോൾ നാച്ചുറൽ മോസ്കിറ്റോ കൺട്രോൾ. ഇത് കണ്ടിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരുടെ സോളാർ പ്രോജക്റ്റിന്റെ പേരാണ് സൂര്യകാന്തി. ഇതിനെക്കുറിച്ച് ഇതെന്താ ആക്ച്വലി സ്പെഷ്യാലിറ്റി? ഇത് ആക്ച്വലി നമ്മുടെ സിലിക്കൺ ബേസ് ഫോട്ടോവോൾട്ടിക് പാനൽസ് ആണ്. അതാണ് ഈ മേളിൽ കാണുന്നത്. അത് ഈ മേളിൽ നമ്മുടെ റൂഫ് പോലെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. സോ ഇത് ആക്ച്വലി ഇത് മൾട്ടിപർപ്പസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് നമ്മൾ റിക്രിയേഷൻ ഏരിയ ആണ്. ഐ മീൻ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ലൈക്ക് ടെന്നീസ് കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട്, പിന്നെ ഒരു റൂഫ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായി. സോ ഇത് മെയിൻലി നമ്മൾ പവർ ജനറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 50% പവർ ചെയ്യുന്നതാണ്. വെരി നൈസ്. സോ ഗൈസ്, സോളാർ നമ്മുടെ എൻ്റെ വീട്ടിൽ സോളാറാണ്. ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കാരണം മേളിൽ ഫുൾ ഈ പാനൽസ് ആണ്. ഇവിടെ ചുറ്റും ഇങ്ങനെ ക്രീപ്പേഴ്സും അത് ഒരു വൈൽഡ് ഗ്രാസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്താണ്, ഇപ്പം മഴ കാരണം ഇല്ല, പക്ഷെ എന്നാലും കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്താണിത് ടെന്നീസ് കോർട്ട്.
അതിൻ്റെ മുകളിൽ സോളാർ പാനൽ. എന്തൊരു കോൺസെപ്റ്റ് അല്ലേ. ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ബാസ്കറ്റ് ബോളും ഉണ്ട്. അതിന് ഇതുപോലത്തെ തന്നെ മതില, ബാസ്കറ്റ് ബോൾ കോർട്ട് ആൻഡ് അവിടെ ബാഡ്മിൻ്റൺ കോർട്ട്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഓബിയസ്ലി ഇതെല്ലാം ഔട്ട്ഡോർ ആയതുകൊണ്ട് മഴയത്ത് നടക്കുന്നതായിരിക്കില്ല. എനിക്ക് ഇവിടുന്ന് ബോർഡ് കാണാം. എന്തൊരു ആംബിയൻസ് ആണെന്ന് നോക്കിക്ക്. ആൻഡ് ഇതിന് നടുക്കാണ് ഇവരുടെ യോഗ സെൻറ്റർ. വേറൊരു കാര്യം, ഇവർക്ക് ജിമ്മില്ല. ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഫിറ്റ്നസ് വിത്ത് നേച്ചർ എന്നാണ്. അതുകൊണ്ട് യോഗയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് യോഗ ചെയ്യണമെങ്കിൽ റിസപ്ഷനിൽ പറഞ്ഞാൽ മതി. പക്ഷേ വാട്ട് ഇസ് പ്ലേസ്, എന്തൊരു ഭംഗി ഇവിടെ നിന്ന് യോഗ ചെയ്യാൻ. ഞാൻ യോഗ ചെയ്യാറുണ്ട് ആഴ്ചയിൽ 2 ദിവസം. ബട്ട് ദിസ് ലുക്ക് സോ ഗുഡ്. അതിൻ്റെ ചുറ്റും ഇങ്ങനത്തെ വ്യൂവും. ദൂരെ ഇരിക്കുന്ന ഒരു കറുത്ത മങ്കിനെ കണ്ട ചക്കയുടെ മുകളിൽ ചക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നീൽഗിരി ലങ്കൂർ എന്ന് പറയും. ശരി, ഇവിടെ ഫുൾ കുറേ വെറൈറ്റി മങ്കീസ് ഉണ്ട്. ഈ കാണുന്നത് ഫുഡ് വേസ്റ്റ് കമ്പോസ് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ ഇതിപ്പോൾ ടാങ്കൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവരെ വെളിയിൽ സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് നോക്കാം. നമ്മളിവിടെ ജസ്റ്റ് ഒരു ഡെമോ വെച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബോട്ടം ലെയറിൽ നമ്മൾ തേങ്ങാത്തൊണ്ട്, അത് കോക്കനട്ട് ഹസ്ക് ഒരു ലെയർ പോലെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് കൗഡങ്, ചാണകം മിക്സ് വിത്ത് ഡ്രൈ ലീവ്സ്, കരിയില, അതൊരു ലെയർ പോലെ പോയിട്ടുണ്ട്. പിന്നെ അതിന്റെ മേലായിട്ട് നമ്മൾ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് ഫെർമി കമ്പോസിംഗ് ത്രൂ ആണ്. സോ 3-4 ഇഞ്ച് തിക്നെസ്സിൽ ഫുഡ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് മീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലെയർ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓൾമോസ്റ്റ് ടാങ്കിന്റെ ഒരു 3/4 ഭാഗം എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ ലെയറിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എർത്ത് വേംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പ് ലെയറിൽ. സോ എർത്ത് വേംസ് ആഡ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ചണച്ചാക്ക് ജസ്റ്റ് നനച്ചിട്ട് ഇതിന്റെ മുകളിലിട്ട് കൊടുക്കുന്നു. സോ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഈ വേംസ് എല്ലാം കൂടെ താഴത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അടിയിലേക്ക് മൂവ് ചെയ്ത് ഇത് ഓൺ ദ വേ ദേ വിൽ ഫീഡ് വാട്ടർ ഓൺ ദ വേ. ഈ ഫുഡ് വേസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 5 monthsനുള്ളിൽ നമുക്കൊരു ഫുൾ ഫോം ആയിട്ട് ഇതുപോലെയാവും അല്ലേ? ഫൈനൽ പ്രോഡക്റ്റ് ഇതുപോലെയാവും. എന്നിട്ട് ഇത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ കാണിക്കുന്നത് you have to understand എന്തോരം എഫേർട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇസ് ഡൂയിങ് ടു ബി ഇൻ സിങ്ക് വിത്ത് നേച്ചർ. It's so amazing. Look at this. ഒരു റിസോർട്ടാണ്, പക്ഷെ they have their own drinking water bottling plant. ഗൈസ്, ഇതാണ് അവരുടെ ബോട്ട്ലിംഗ് പ്ലാന്റ്. പക്ഷേ ഹൈജീൻ റീസൺസ് കാരണം നമുക്ക് അകത്ത് പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എല്ലാ പ്രോസസ്സും ഉണ്ട്. വളരെ സിമ്പിളാണ്. രണ്ട് മെയിൻ സോഴ്സ് ആണ്. ഒന്ന് അണ്ടർഗ്രൗണ്ട് വാട്ടർ, റെയിൻ വാട്ടർ. അതിന് 7 സോഴ്സ് ഓഫ് ഫിൽറ്ററിംഗ് ഉണ്ട്. ആൻഡ് കളക്ടിങ് ടാങ്ക്. അതിന് ഇവരുടെ ഓൺ ഗ്ലാസ് ബോട്ടിൽസിൽ സ്റ്റെറിലൈസ്ഡ് ഗ്ലാസ് ബോട്ടിൽസിലാണ് വെള്ളം സെർവ് ചെയ്യുന്നത്. സോ ഇവർ പറയുന്നത് നമുക്ക് ശരിക്കും ഹൈ റേഞ്ച് പ്യോർ വാട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. എനിക്ക് ശരിക്കും ഒരു ഡിഫറെൻറ്റ് ഒരു ടേസ്റ്റ് അല്ല, ഒരു ശരിക്കും പ്യോർ ടേസ്റ്റ്ലെസ് വാട്ടർ ഇല്ലേ, ആ ഒരു ഫീലിംഗ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ആൻഡ് ഇറ്റ്സ് അമേസിങ് അവർ ഇങ്ങനത്തെ ഒക്കെ എഫേർട്ട് എടുക്കുന്നത്. ഇതിനൊന്നും ആവശ്യമില്ല ശരിക്കും, പക്ഷേ ദേ ആർ ഡൂയിങ് ഇറ്റ്. ഗൈസ്, അങ്ങ് മരത്തിലിരിക്കുന്നത് ഗ്രേ ഹോൺബിൽ-ആണ്. ഇവിടെ ആക്ച്വലി ബേർഡ് വാച്ചേഴ്സൊക്കെ വളരെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. ബേർഡ് വാച്ചേഴ്സിനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. ഗൈസ്, നമ്മൾ നേരത്തെ കണ്ടത് ഡ്രിങ്കിങ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇവിടെ വേറെയുണ്ട്. ഇത് മറ്റേ ഇഫ്ലൂവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ്. ഇവിടുന്ന് നമ്മുടെ ബേസിക് സ്യൂവേജ് അല്ലേ, സ്യൂവേജ് വേസ്റ്റും അതല്ലാതെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് അല്ല വാട്ടർ, ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെയും ഒരു 7 ടൈപ്പ് ഫിൽട്രേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ക്ലോറിനേഷനും കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു സംഭവമാണ്, ആ ഒരു വെള്ളമാണ് ഇത്രയും സ്ഥലങ്ങളിൽ. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, അതൊക്കെ നനയ്ക്കുന്നത് ആ ഒരു വെള്ളം കൊണ്ടാണ്. സോ ദർ ഇസ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ. ഒട്ടും വേസ്റ്റേജ് വരുന്നില്ല. ഗൈസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇവർക്ക് സ്വന്തമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. എല്ലാവർക്കും അറിയാം എന്താ ബയോഗ്യാസ്. പക്ഷേ ഇവർക്ക് അവർ പറയുന്നത് സീസൺ ടൈമിൽ ഇവിടുന്ന് ഉണ്ടാകുന്ന ഗ്യാസാണ് ഇവരുടെ ഫുൾ സ്റ്റാഫ് ക്യാൻറ്റീന് ഉപയോഗിക്കുന്നത്. കാരണം അത്രയധികം അവർക്ക് കിട്ടാറുണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓടിച്ച് കാണിച്ചതാണ് വൈ CGH-ൻ്റെ ഏർത്ത് എന്ന് പറയുന്നതിൽ ആ ഏർത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കാണിച്ചു തന്നതാണ്. എന്തായാലും സംഭവമല്ലേ ഇത്, ഒരു കേരള ചെയിൻ ഇത്രയൊക്കെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും റൂമിൽ പോയി കുറച്ച് നേരം റിലാക്സ് ചെയ്യട്ടെ. അപ്പോൾ അത് വേദമോൻ നേച്ചർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡോറിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല. വേദോ, ഹൗസ് നേച്ചർ വേദോ, ഹൗസ് നേച്ചർ വേദോ. അപ്പൊ അമ്മയും മോന്റെ പ്ലേ ടൈം ആണ്. വേദുമോൻ ബോൾ എവിടെ, ബോൾ എവിടെ? ഓടുന്നു. ഹാപ്പി, ഫുൾ ഹാപ്പിനെസ് ആണ് ഇവിടെ. വേദു പിന്നെ പോന്നു. വേദു ഫുൾ ഫോമിലാട്ടാ. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനും വേദു, പ്രിയ നല്ല ഉറക്കമാണ്.
ഒരു ഈവനിങ് സ്നാക്ക് ആവാമെന്ന് വിചാരിച്ചു. നല്ല ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഏതോ പിസ്താഷ്യോ കഴിക്കുന്നു. ദില്ലു ഓബിയസ്ലി കൂൾ കോഫി ഇല്ലാതെ എന്തൊരു ഈവനിങ് അല്ലേ. ഭയങ്കര കൂൾ കോഫിയാണ് ഇവിടുത്തെ. നല്ല ഫോമിയാണ്, ക്രീമി, മിൽക്കി, ലിറ്റിൽ ബിറ്റ് ഓഫ് ചോക്ലേറ്റ്, സ്ട്രോങ് ഹിൻറ്റ് ഓഫ് കോഫി. അടിപൊളി കൂൾ കോഫിയാണ്. ആൻഡ് ഇതെന്തായിരിക്കും? ഗസ് ചെയ്യ്. സമയം കഴിഞ്ഞു. നല്ല ചൂട് ചിക്കൻ നഗറ്റ്സ്. വേദു വാവ്, അമ്മ അറിയാതെ നമുക്ക് കഴിക്കാൻ. വേദു ഹൈഫൈ. യെസ് ഞാനും വേദു ഒരു ടീമാണ്. മതി ഭയങ്കര ഹൈഫൈ ഒന്നും വേണ്ട, ഒരെണ്ണം മതി. ഗൈസ് ഐ എം ഫീലിംഗ് ടോട്ടലി റിലാക്സ്ഡ്. ഭയങ്കര ഒരു പ്ലസൻറ്റ് സ്മെല്ലാണ് കേട്ടോ ഇവിടെ. എനിക്ക് ആ സ്മെല്ലും പിന്നെ ഒരു എയറിൻ്റെ ഒക്കെ ഒരു പ്യൂരിറ്റി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ഇങ്ങനത്തെ ഒരു ഹട്ടിലിരുന്ന് കഴിക്കുന്നതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും. ഐ അബ്സല്യൂട്ട്ലി ലൗഡ് CGH. ഒരു ഹൈ എനർജി പ്രോപ്പർട്ടി അല്ല, പക്ഷെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ആൻഡ് എക്സ്ട്രീംലി റിലാക്സ്. നമ്മളിവിടെ വന്നതിന് ശരിക്കും കുറച്ച് തളർന്ന ഒരു ഫീലിംഗ് ആണ്. കാരണം അത്രയും റിലാക്സ്ഡ് ഒരു ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ. എന്താണെന്നറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ചിലപ്പോൾ മൈൻഡിലാണല്ലോ, ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ അവരിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അവിടെ ഉണ്ടോ, പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരു ടോട്ടലി ഡിഫറെൻറ്റ് വൈബാണ് ഇവിടെ. അപ്പോൾ ഗൈസ്, ഞാൻ പ്രിയയ്ക്ക് ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫുഡിനെ ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഐ ഹോപ്പ് ഷീ ലൈക്സ് ഇറ്റ്. ഇവിടുത്തെ സ്റ്റാഫിന് ഒരു പ്രത്യേക താങ്ക്സ് പറയണം, കാരണം കൂടെ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ, ബട്ട് വി മെയ്ഡ് ഇറ്റ് പോസിബിൾ. അപ്പോൾ ഐ ആം എക്സൈറ്റഡ് ഓൾസോ. ഐ തിങ്ക് സോ ഷീ ലൈക്ക് ഇറ്റ്. പോവാം നമുക്ക് ഡിന്നറിന്. അപ്പോൾ ഞങ്ങൾ ഡിന്നറിന് പോകുന്നത് അപ്പോഴേ ഓർത്ത് രാത്രി ഞങ്ങളുടെ കോട്ടേജ് കാണിച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടോ, രാത്രി ഇവിടെ ഇരിക്കാനും നല്ല സുഖമാണ്. ബെഡ്റൂമിൽ നിന്നും നല്ലൊരു വ്യൂ ഉണ്ട്. ആൻഡ് അതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അതല്ലാതെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ വരാണ്ട 4 സൈഡിലും ഉണ്ട്. ഇവിടെയുണ്ട്, സൈഡിലുണ്ട്, ബാക്കിലും ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇപ്പോൾ ഇരുട്ടാണ്, പക്ഷേ ഇതാണ് ഞാൻ പ്ലാൻ ചെയ്ത്, ഞാനും ഇവിടുത്തെ സ്റ്റാഫും എല്ലാം പ്ലാൻ ചെയ്ത ചെറിയ സർപ്രൈസ്. ഇറ്റ്സ് എ ഡിന്നർ ഓൺ ദി ലോൺ. സോ ഇറ്റ്സ് എ ഡിന്നർ വിത്തിൻ ദ നേച്ചർ. ആൻഡ് ഉഗ്രൻ സെറ്റിംഗ് ആണ്. പ്രിയ, ഹൗ ഇസ് ദിസ്? ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? വേദുവിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണ് ഇത് കേട്ടോ. അമ്മയുടെ ഒന്നും ഫസ്റ്റ് നല്ല വെറുതെ ഉദയ സമുദ്രയിലുണ്ടായിരുന്നു, പട്ടേന്ന് വീണപ്പോ. പ്രിയ, അപ്പൊ അടിപൊളിയല്ലേ പ്രിയ? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പക്ഷെ അവര് ഞാൻ വെറുതെ റിക്വസ്റ്റ് ചെയ്തോളൂ, ഫുൾ സ്റ്റാഫ് ചെയ്തെന്നാണ്. നല്ല രസമുണ്ട് ക്യാൻഡിൽസും അത് ഈ ക്ലൈമറ്റും. എക്സാക്ട്ലി, ഇവിടുന്ന് കാണാൻ പറ്റില്ല. നല്ല ലോണും എന്താ വെദർ ഇസ് പെർഫെക്റ്റ്. ഒരു 20 degrees ആണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. നല്ല തണുപ്പുണ്ട്. പ്രിയയുടെ മുഖത്തെ സന്തോഷം. വേദുവിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ ലൈറ്റ് ആണ്. വേദുവിന്റെ കൂടെയുള്ള ക്യാൻഡിൽ ലൈറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ്. അതെ, അപ്പൊ അതും ഒരിക്കലും നമ്മൾ മറക്കില്ല. ഇത് ഫസ്റ്റ് ക്യാൻഡിൽ ലൈറ്റ് 1.5 വയസ്സിൽ. അത് ഇനി നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഓർമ്മ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വലുതായി വേദുവിനെ കാണുമ്പോൾ പറയണം കേട്ടാ. വേദുവിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞങ്ങൾ എല്ലാരും കണ്ടു. അമ്മയുടെ കൂടെ ആയിരുന്നു. അപ്പൊ ഡിന്നർ എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ കേരള സ്റ്റൈൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്, കാരണം അവർ റെക്കമെൻഡ് ചെയ്തത് അത് തന്നെയാണ്. ഇത് നല്ല ബീഫ് ഉലർത്തിയതാണ്. കളർ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി, ഇവിടെ മൈദ ഉപയോഗിക്കില്ല കേട്ടോ. യു ഡോണ്ട് യൂസ് മൈദ. ഇവിടെ മൈദയുടെ ഒരു പ്രോഡക്ട്സും ഇല്ല. സോ ദിസ് ഈസ് ആക്ച്വലി ഗീ വീറ്റ് പൊറോട്ട. നല്ല നെയ്യിൻ്റെ മണമുണ്ട്. ആൻഡ് നമുക്ക് സീ ഫുഡ് ഇല്ലാതെ പറ്റില്ലല്ലോ. നല്ല വലിയ മസാല ഗ്രിൽഡ് മസാല ടൈഗർ പ്രോൺസ്. സോ ദിസ് ലുക്സ് അമേസിങ്. ഐ ഫീൽ അല്ലേ, പ്രിയയുടെ കണ്ണ് മൊത്തം പ്രോൺസിലേക്കാണ്. ഞാൻ തുടങ്ങിയത് നമ്മുടെ ഗ്രിൽഡ് ടൈഗർ പ്രോൺസിൽ തന്നെയാണ്. അവരെന്തോ ഡിപ്പൊക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കേരള മസാല പിടിച്ചിട്ടുണ്ടല്ലോ. ഇറ്റ്സ് മൗത്ത് വാട്ടറിങ്. നല്ല സ്പൈസിയാണ്, എന്നാലും നമുക്ക് പ്രോൺസിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ഗ്രിൽഡ് ടൈഗർ പ്രോൺസ് ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ ബീഫ് മാത്രം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ഒരു നാടൻ നല്ല ബെസ്റ്റ് തട്ടുകട ബീഫ് നിങ്ങൾക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. ആ ഒരു മസാലയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷനിൽ എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി ബീഫ്. മറ്റേ കുറച്ച് ചെറുതായിട്ട് ഫാറ്റ് ഉണ്ട് ആൻഡ് എക്സ്ട്രീംലി സോഫ്റ്റ് ബീഫ്. അതാണ് ഈ സംഭവം. കൊതിയാവുന്ന കഴിക്കാൻ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അത് എടുക്കുന്നില്ല, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തോട്ടെ.
അപ്പോൾ ഇന്നത്തെ ദിവസം ഈ സ്പെഷ്യൽ ഡിന്നർ അവസാനിപ്പിക്കാനായിട്ട് ഒരു ചോക്ലേറ്റ് മോൾട്ടൻ ലാവ കേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ദില്ലു ആയതുകൊണ്ട് അത് ഞാൻ തന്നെ ഒരിക്കലും ഒരു ഡെസേർട്ടിൽ അവസാനിപ്പിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ട്. പ്രിയ വെയിറ്റ് ചെയ്തില്ല വ്ളോഗ് ഒന്ന് എടുക്കാനായിട്ട്. പ്രിയ ഓൾറെഡി കഴിയാറായി. ഞാനും വേദു. എങ്ങനെയുണ്ട് അല്ലേ? കാണുമ്പോൾ അറിയാം. അതെല്ലാം മിണ്ടാണ്ടെന്ന് കഴിയും. അതെ, ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എവിടെ അമ്മയും മോനും. അപ്പോൾ ഞാൻ ഈ ഫാമിലി ഫുൾ ചോക്ലേറ്റ് ലവേഴ്സായി. യമ്മിയാണ് വേദു. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ ദിവസം അവസാനിക്കുവാണ്. ഇതിന് നെക്സ്റ്റ് പാർട്ട് കാണും. അത് ഞങ്ങൾ കാരണം ഒരു ദിവസം കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ വി ഹാഡ് ലോട്ട്സ് ഓഫ് ഫൺ. നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും വി ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് അറൌണ്ട് 2 to 3 days. കാരണം അത്രയും റിലാക്സ്ഡ് ആണ്. ആൻഡ് ഇറ്റ്സ് അമേസിങ്. ദ സ്റ്റേ ഈസ് അമേസിങ്. നാളെ കുറേ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ വി ആർ റിയലി എക്സൈറ്റഡ്. ആൻഡ് പിന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. യു ക്യാൻ കോൾ ദം. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ആസ്ക് ദം ഫോർ ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് എന്ന് പറഞ്ഞാൽ എല്ലാ മീൽസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ്. സോ കാരണം ഇവിടെ ഫുഡ് ഇസ് നോട്ട് വെരി ചീപ്പ്. ഇറ്റ്സ് എ പ്രീമിയം പ്രോപ്പർട്ടി, ഹൈ ക്വാളിറ്റി ഫുഡാണ്. സോ ഫുഡ് ഇസ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. അതുകൊണ്ട് നിങ്ങൾ ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫുഡിൻ്റെ ഒരു ടെൻഷനില്ല. മെനുന്നാണെങ്കിലും ബുഫേ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഒളി തിങ് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഫുഡ് ആവശ്യമുള്ളത് മാത്രം ഓർഡർ ചെയ്ത് കഴിക്കുക. കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഓർഡർ ചെയ്യുക. സോ ഐ ഫീൽ ദാറ്റ് ഇസ് എ ഗുഡ് പാക്കേജ്. അങ്ങനെ നിങ്ങൾക്ക് ഓൾ ഇൻക്ലൂസീവ് കിട്ടുകയാണെങ്കിൽ ഇഫ് യു ഗെറ്റ് എ ഗുഡ് റേറ്റ് ദാറ്റ്സ് എ ഗുഡ് പാക്കേജ്. എന്തായാലും ഗൈസ് അമേസിങ് സ്റ്റേ. വി ആർ എൻജോയിങ് ഇറ്റ് സോ മച്ച്. ഇനിയിപ്പോൾ നാളത്തേക്ക് ഇന്ന് പോയി കിടന്നുറങ്ങി നാളെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും എഴുന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഓൾവേസ് സ്റ്റേ ഹാപ്പി.